ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ ജനാധിപത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ഭരണ സംവിധാനത്തെ, ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളെ, രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെ ഒരുപാട് കാലം വൈദേശിക ശക്തികൾ ഈ രാജ്യം നിയന്ത്രിച്ചതിനേക്കാൾ ഭംഗിയായിക്കൊണ്ട് നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച പോലെ മൻമോഹൻ സിംഗിലൂടെ, സോണിയാഗാന്ധിയിലൂടെ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ ഉണ്ടാകാവുന്ന പ്രതിഷേധങ്ങളുടെ സ്വരം അത് ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഉണ്ടാകേണ്ട, ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് കോൺഗ്രസിനേക്കാൾ മോശമായ രീതിയിൽ മുതലാളിത്തത്തിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിലധിക കാലമായി ഈ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുന്ന, ഭൂപരിഷ്കരണത്തെക്കുറിച്ച് പറയുന്ന, ലോകത്തിന് മാതൃകയാണ് കേരളം എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകളും ഈ രാജ്യത്തിലെ മുഴുവൻ സാംസ്കാരിക നായകരും പറയുന്നത് കേരളം ഭൂപരിഷ്കരണം നടന്ന സംസ്ഥാനമാണ്. പക്ഷെ ഇത്രമാത്രം പ്രചണ്ഡമായ പ്രചരണ കൊടുങ്കാറ്റിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പിന്തിരിപ്പനായ ഒരു നിയമത്തെയാണ് അവർ ലോകത്തിന്റെ മാതൃകയാണെന്ന് കമ്മ്യൂണിസ്റ്റുകൾ വാഴ്ത്തിയത്. ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ ജനകേരള യാത്രയിലൂടെ പൊളിക്കുകയാണ്. വളരെ അക്ഷരാർത്ഥത്തിലുള്ള കണക്കുകൾ, വസ്തുനിഷ്ഠമായ കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു, ഈ രാജ്യത്തെ മർദ്ദിതന്, ഈ രാജ്യത്തെ ദളിതന്, ഈ രാജ്യത്തെ ആദിവാസിക്ക് ഈ രാജ്യത്തെ ഭൂമിയില്ല. 1997 പഞ്ചവത്സര പദ്ധതികളുടെ കരട് രേഖയിൽ ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്നു 77% ദളിതുകൾക്ക് കേരളത്തിൽ ഭൂമിയില്ല. 65 ലക്ഷം ദളിതരാണ് കേരളത്തിൽ പട്ടികജാതിക്കാരായി നിൽക്കുന്നത്. അതേപോലെ തന്നെ 1.5% വരുന്ന കേരളത്തിലെ ആദിവാസികൾ. അങ്ങനെ കേരളത്തിലെ ആദിവാസികളും ദളിതരും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഭൂമിയില്ല. 99% ആദിവാസികൾക്കും ഈ രാജ്യത്ത് ഭൂമിയില്ല. 30% വരുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിലെ ധീവര സമൂഹത്തിൽപ്പെട്ടവർ, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ, അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഭൂമിയില്ല. ഇതിന്റെ ഉത്തരവാദിത്വം ആരാ? ഈ രാജ്യം അരനൂറ്റാണ്ടിലധികം ഭരിച്ച ഈ ഇടതുപക്ഷക്കാർക്ക്, വലതുപക്ഷക്കാർക്ക് ഈ രാജ്യത്തിലെ ഈ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ, പൊറാട്ട് നാടകങ്ങൾ കളിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ദളിതർക്ക് വേണ്ടി, പട്ടികജാതിക്കാർക്ക് വേണ്ടി ഭൂപരിഷ്കരണം നടപ്പിലാക്കി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പൊള്ളത്തരമാണ് ഇവിടെ തുറന്നു കാണുന്നത്. എന്ന് പറഞ്ഞാൽ 57 മുതൽ 70 വരെ കേരളത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുതൽ അച്യുത മേനോൻ ഗവൺമെന്റ് വരെയുള്ള ആ കാലഘട്ടത്തിലാണ് കേരള